ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. സാമ്പാറിന് ഇത്ര കായ ഇടുന്നുണ്ട് കേട്ടോ. ഇത്ര കായ. ഇത് പരിപ്പ് കഴുകി എണ്ണ തൂത്ത് വെച്ചിരിക്കുകയാണ് കേട്ടാ. കായ ഇട്ട് പിന്നെ മലക്കറികൾ, വെണ്ടയ്ക്ക, തക്കാളി, അമരപ്പയർ, പച്ചമുളക്, ഉള്ളി, പിന്നെ കത്തിരിക്ക, പിന്നെ കറിവേപ്പില, ഇത്ര ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഇതിന് 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ശകലം കൂടെ 1 സ്പൂൺ മതി, നിറച്ചെടുക്കണേ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളം ഒഴിക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇനി ഒന്ന് ഇളക്കി വയ്ക്കണം. നിങ്ങൾക്ക് എളുപ്പ സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇങ്ങനെ അടച്ച് വയ്ക്കുക. പിന്നെ ഞാൻ ഒരു നെല്ലിക്കപ്പഴത്തെ വലുതല്ലേ, അതുകൊണ്ട് ചെറിയ ഒരു നെല്ലിപ്പുളി അത്രയും വലുപ്പത്തിൽ പുളി ഇട്ടിട്ടുണ്ട്. ഒത്തിരി പുളി പാടില്ല കേട്ടോ. ഇഡലിക്ക് പുളി കാണും മാവിന്, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇടാവുള്ളൂ പുളി രാവിലത്തെ സാമ്പാറിന്. ഉച്ചയ്ക്കൊക്കെ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇച്ചിരി പുളി കൂടിയാലും. രാവിലത്തെ സാമ്പാറിൻ്റെ പുളിയായ ഇഡലിക്കും ദോശയ്ക്കൊക്കെ പുളി ഉള്ളതുകൊണ്ട് ഓവറായിട്ട് പുളി നിൽക്കും. അപ്പം ശകലം പുളി ചേർത്താൽ മതി. ഞാൻ ഇഡലിക്കാണ് മാവ് റെഡിയാക്കിയിരിക്കുന്നത്. ഇഡലിയാണ്. ഓക്കെ, ഇത് മുട്ട വേവിക്കാൻ വേണ്ടിയാണ്. മുട്ട അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയത്ത് ഇനി ഇതിൻ്റെ ആവി വരണം കേട്ടോ. ആവി വന്നിട്ട് 2 വിസിൽ മതി. 2 വിസിൽ വരുമ്പോൾ നമുക്കത് ഇറക്കാം കേട്ടാ. അത് കഴിഞ്ഞിട്ട് പൊടിയിടുന്നത് കാണിച്ച് തരാം. സാമ്പാർ പെട്ടെന്ന് ഉണ്ടാക്കുന്നതിൽ മല്ലിപ്പൊടി ഒന്നും ചേർക്കത്തില്ല. ശകലം മുളക് പൊടി, ഇത് മാത്രം, ഉലുവപ്പൊടി മാത്രമേ അതിൻ്റെ അകത്ത് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉലുവപ്പൊടി മാത്രം. കടുക് വറുക്കണമൊന്നുമില്ല. കടുകൊന്നും ഞാൻ വറുക്കത്തില്ല. വെളിച്ചെണ്ണ, ആ പരിപ്പിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കൊണ്ട് കടുക് വറുക്കത്തില്ല. സൂപ്പറായിരിക്കും, നല്ല സൂപ്പർ സാമ്പാറായിരിക്കും. ഇഡലി പാത്രത്തിൽ ഇച്ചിരി വെളിച്ചെണ്ണ തൂക്കണം. പണ്ടൊക്കെ ഇലയിട്ടാണ് പുഴുങ്ങുന്നത്. ഇപ്പം ഇലയൊന്നും കിട്ടാനില്ല.
വെളിയിൽ പോകാനും പറിക്കാനും ഒന്നും. മഴയാ, രാവിലെ തണുപ്പുണ്ട്. ചൂട് പകല് ചൂടാണെങ്കിലും രാവിലെ തണുപ്പാട്ടാ. നമ്മൾ എണ്ണ തൂക്കുമ്പോൾ ഈ വക്കിനും കൂടെ തൂത്തോണേ, ഇല്ലെങ്കിൽ ഇഡലി അങ്ങ് അറ്റം അരികിന് വന്നിട്ട് വറണ്ടിരിക്കും, ഉണങ്ങി ഒരുമാതിരി. അതുകൊണ്ട് ഈ ഇഡലി പാത്രത്തിൻ്റെ ഈ വക്ക് വരെ തൂക്കണം എണ്ണ. ഓക്കെ, ചായക്കുള്ള ഇഞ്ചി ഇടിക്കുകയാണ് ഞാൻ. ചായക്കിടാം. ഇഞ്ചി, ഏലക്ക, വലുത് വലിയ ഏലക്ക പോലെ ഏലക്ക മതി. പക്ഷെ ഇത് ചെറിയ ഏലക്ക ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്ത്. പിന്നെ കറുവപ്പട്ട. കറുവപ്പട്ട ഇങ്ങനെ ചെറിയതായതുകൊണ്ട് ഇത്ര ഇടുന്നുണ്ടേ. പിന്നെ പുതിന ചായക്ക്. ഇപ്പം മുട്ടയ്ക്കകത്തോട്ട് എടുത്തിട്ടല്ലേ. പുതിനയും കൂടി ഇടും. ഒരു 6-7 ഇല, ഒരു 8 ഇല, അല്ലെങ്കിൽ ചായ കൂടുതലുള്ള അനുസരിച്ച് കൂടുതലിടാം. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ 6-7 ഇലയൊക്കെ ഇട്ടുള്ളൂ കേട്ടോ. ലേറ്റ് ആവുന്നുണ്ടല്ലോ, 7 മിനിറ്റായി. ഇപ്പം ആവി ഇറക്കി വയ്ക്കാം. ആവി പോയി കഴിയുമ്പോൾ നമുക്ക് പുളിയും ഉപ്പും ഒക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു വിസിലായി കേട്ടോ. മുട്ട പൊട്ടി. എല്ലാരും എഴുന്നേച്ചാ? എല്ലാ ജോലിയൊക്കെ ആയാ എല്ലാവർക്കും? ഞാൻ 2 വിസിൽ വന്നതില് എൻ്റെ കുക്കറിൽ ഒരു 3 വിസിൽ വരണം കേട്ടാ. ഇത് ഒത്തിരി നാളത്തെ പഴക്കമുണ്ട്. 17 വർഷമായ കുക്കറാണ് കേട്ടാ. 17 വർഷമായ കുക്കറാ ഇത്. ഇപ്പം 3 വിസിലാവണം, എന്നാലേ സാമ്പാറിന് വരും. ഓക്കെ,
ഇഡലിയും സാമ്പാറും വേവിക്കാൻ നിങ്ങൾക്ക് വെറും 20 മിനിറ്റിലെല്ലാം റെഡിയാകും ഇതുപോലെ ചെയ്താൽ. കാരണം പച്ചക്കറിക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്നാണ്. രാത്രിയിൽ നമ്മൾ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ദിവസം രാവിലെ എടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാനിപ്പോൾ രാവിലെയൊക്കെ അരിഞ്ഞു വെച്ചിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. നമ്മളെപ്പോഴും ഇഡലിയോ ദോശ എന്തുണ്ടാക്കിയാലും മാവ് ഒഴിക്കാൻ നേരത്തും ഇങ്ങനെ നല്ലപോലെ ഒന്ന് അഴിച്ചിട്ടുണ്ടാക്കണം കേട്ടോ. ഈ മാവിനെ നല്ലപോലെ കലക്കിയിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോഴും ഇഡലി ആയാലും ദോശ ആയാലും നല്ല സോഫ്റ്റ് വരും. ചുമ്മാ കലക്കാതെ എടുക്കരുത്. നമ്മൾ കലക്കി വെച്ചിരിക്കുന്നതല്ലേ എന്നോടത്ത് ഒഴിക്കരുത് കേട്ടോ. ഇപ്പോഴുള്ള പിള്ളേർക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. പണ്ടുള്ള എന്റെ പ്രായക്കാർക്കൊക്കെ അറിയാൻ പറ്റും. മുട്ട റെഡിയായ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ അവിടെ ഇരുന്ന് തിളയ്ക്കും. വെള്ളം തിളച്ച് മുകളിലോട്ട് ആവി വന്നതിന് ശേഷം ഇഡലിക്ക് ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ തട്ടിലൊക്കെ പിടിക്കും. ചിലപ്പോൾ കണ്ടിട്ടില്ല നമ്മൾ ഇഡലി ഉണ്ടാക്കുമ്പോൾ അതിൽ തട്ടിലിങ്ങനെ പെരണ്ടിരിക്കുന്ന ഇഡലി. അത് നമ്മൾ ചൂട് ആവി അടിച്ചതിന് ശേഷം ഇഡലി മാവൊഴിച്ചാൽ ആ ഇതിൽ തട്ടിൽ ഒരു ശകലം പോലും കാണത്തില്ല. എണ്ണ വഴുക്ക് മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് തേച്ച് വെച്ചാലൊക്കെ എളുപ്പമാണ്. അങ്ങനെ ചെയ്യണം കേട്ടോ. ആവി വന്നല്ല, ആവി വന്നതിന് ശേഷം എനിക്ക് 9 ഇഡലിയെ വേവിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാ ഇത്. പിന്നെ നമ്മൾ തട്ട് വയ്ക്കുമ്പം ഇഡലിയുടെ മുകളിൽ ഇതിൻ്റെ ഇത് വരാതെ നോക്കണേ. കാരണം അങ്ങനെയുള്ള സെൻറ്റർ വരുവാണെങ്കിൽ ഇഡലിയിൽ ആവി വെള്ളം വീണിട്ട് അടിയിലെ ഇഡലിക്ക് വെള്ളം കാണും. അത് നോക്കി വെക്കണം. ഒന്ന് മുകളിലത്തെ തട്ട് വയ്ക്കുമ്പോൾ ഇച്ചിരി സൈഡ് തിരിച്ച് വെക്കണേ. ഇനി 10 മിനിറ്റ് വേണം ഇഡലി വേവാൻ കേട്ടോ. അത് നമ്മൾ 10 മിനിറ്റ് അലാറം വെക്കണം. ഞാൻ അലാറം വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഞാൻ മൊബൈലിൽ അലാറം വയ്ക്കും കേട്ടോ. 10 മിനിറ്റ്. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഇഡലി കഴിക്കുന്നത്. ഇപ്പോൾ സമയം 7:51. കണ്ണുണ്ടൂടെ, കണ്ണാടി വേണം. 7:31.
7:31 കേട്ടോ. 7:31. 41 വയ്ക്കും ഞാൻ. 31 ഇത് 41 AM. അപ്പം അതിന് അലാറം അടിക്കും. അലാറം അടിക്കുമ്പോൾ ഞാൻ എടുക്കും. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് കേട്ടോ കൂട്ടുകാരെ. അലാറം വയ്ക്കും. അല്ലാതെ ഇഡലി വേകുന്ന 10 മിനിറ്റ് ഞാൻ കറക്റ്റ് ചെയ്ത് പണ്ട് തൊട്ടേ അങ്ങനെ ചെയ്യും. ഞാൻ ഇഡലി 10 മിനിറ്റ് അലാറം വയ്ക്കും. പണ്ടൊരു ചെറിയ ഫോൺ എനിക്കുണ്ടായിരുന്നു, അത് ഇല്ലാതായിപ്പോയി. ആ ഫോണാണ് എളുപ്പം എനിക്ക് അലാറം വയ്ക്കാനൊക്കെ. പണ്ടത്തെ ഒരു ഫോണുണ്ടല്ലോ നോക്കിയുടെ, അത് എങ്ങനെയൊക്കെ അത് കേടായി. അത് ശരിയാക്കിയിരുന്നെങ്കിൽ അതാണ് അലാറം വയ്ക്കാൻ സൂപ്പർ. ഇതിൻ്റെ ആവി പോയി കേട്ടെ. നോക്കിയോണേ. ഞാൻ പുളി ഒഴിക്കാം. പുളി കണ്ട എന്ത് നല്ല വില വന്നിട്ടുണ്ട്. നല്ല വില വന്നു. ഇനി ഈ പുളിയും ഉപ്പും കൂടെ ഇട്ട് വെച്ചത് തന്നെ അതിനെ പിഴിഞ്ഞൊഴിക്കണം. അടുപ്പ് വെച്ചൊന്ന് തിളപ്പിക്കണം. എന്നിട്ട് മുളക് പൊടിയും ഉലുവപ്പൊടിയും ഇടും ഞാൻ കേട്ടാ. ഞാനിത് നേരത്തെ പറയുന്നത്, നിങ്ങൾക്ക് ഈ വീഡിയോ നീളക്കൂടലാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ നോക്കുമ്പോൾ ഇത് കുറേ മെനക്കെട്ടിരുന്ന് നോക്കാതെ നിങ്ങളെല്ലാവരും അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഞാനങ്ങ് നേരത്തെ പറയുന്നത്. ഓരോരുത്തർ സസ്പെൻസ് ആയിട്ടൊക്കെ ഇങ്ങനെ വെച്ചിരിക്കും. എനിക്കിത് നിങ്ങളെല്ലാവരും ചെയ്യണം ഇതുപോലെ എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ പറയുന്നത് കേട്ടോ. ഇങ്ങനെ പുളിയും ഉപ്പും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിക്കും. ചായ തിളക്കത്തില്ല, ഞാൻ കറി ഉണ്ടാക്കുന്നത് ഇവിടെ വെച്ച് തിളപ്പിക്കാം. ചായ തിളക്കമായിരുന്നു. എത്ര മിനിറ്റായി? അപ്പോൾ 15. ഞാൻ സ്പീഡാണ് കാണിക്കാം, സ്പീഡാക്കി. എനിക്കല്ലാതെ എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ സ്പീഡാണ് കാണിക്കാം. പക്ഷെ അത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊരു കമൻ്റ് ഇടുന്നേ. എങ്കിൽ എഡിറ്റിങ് ആരെ കൊണ്ടെങ്കിലും ഒന്ന് ചെയ്യിക്കണം, അല്ലാതെ പറ്റില്ല വീഡിയോ. അതും കൂടെ ഒന്ന് പഠിക്കണം. അതാ തിളച്ച് കേട്ടാ സാമ്പാർ. ഇത് പുളിവെള്ളം തിളച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് കേട്ടാ. എന്നിട്ട് നമ്മള് ഇത് ചെറിയ സ്പൂണാണ് കേട്ടാ. ചെറിയ സ്പൂണിന് ഇത്ര ഉലുവപ്പൊടി എടുക്കണം. 1/4 സ്പൂണ്. 1 സ്പൂൺ നിറച്ചെടുത്തില്ലേ, ഇത്ര ഉലുവപ്പൊടി ഇടണം. പിന്നെ ഇത് ടീസ്പൂണാണ്. 1/2 സ്പൂൺ. 1/2 സ്പൂൺ ഇട്ടാൽ മതി. ടീസ്പൂൺ 1/2 സ്പൂൺ മുളക് പൊടി. അല്ലെങ്കിൽ രാവിലെ എരിവായിരിക്കും. ഇത് ഞങ്ങൾ പിരിയമുളകാണ്, എരിവില്ലാത്ത മുളകാണ്. എന്നാലും ഞാൻ കുറച്ച് എടുക്കുള്ളൂ. ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ സാമ്പാർ റെഡി. നിങ്ങൾ ഇത് വെക്കുമ്പോൾ നിങ്ങൾ ഓർക്ക് ഇത്രയും സാധനം ഇട്ടാണ് സാമ്പാർ ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. ടേസ്റ്റ് ഉണ്ടാക്കുന്ന നോക്കിക്കോ, ടേസ്റ്റ് ആണ് പ്രധാനം. ഇത് നിങ്ങൾ ചോറിന് ഇത് തന്നെ കഴിക്കും, അത്രയും ടേസ്റ്റാണ്. ഞാനിതിനകത്ത് വെള്ളരിക്ക ഒന്നും ഇട്ടില്ല കേട്ടോ. വെറും തക്കാളിയും കത്തിരിക്കയും
ഉള്ളിയും പരിപ്പും ഇത്രയും സാധനം ഇട്ടോളൂ. നിങ്ങൾ വെള്ളരിക്കയൊക്കെ ഇട്ടോട്ടാ. വെള്ളരിക്കൊന്നും എൻ്റെ കയ്യിലില്ല ഇന്ന്. ഇത് ഉപ്പിന്റെ കുറവുണ്ടേ. ഉപ്പ് കഷ്ണത്തിലൊക്കെ പിടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ ആദ്യം ഇടുന്ന ഉപ്പ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇടണം കേട്ടാ. ഇപ്പൊ കറക്റ്റ് ആയി. സൂപ്പർ. ഇങ്ങനെ നിങ്ങൾ സാമ്പാർ വെച്ച് നോക്ക്. എന്നിട്ട് കമന്റ് ഇടണേ. സൂപ്പറാണോ അല്ലേ ഇത്? ഓക്കെ, ഇതെല്ലാം പിന്നെ അറിയാമല്ലോ. 10 മിനിറ്റ് ആകുമ്പോൾ ഞാൻ എടുക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.